കാനഡയിൽ അജ്ഞാതരുടെ വെടിയേറ്റ് ഇന്ത്യൻ വിദ്യാർത്ഥി മരിച്ചു. ബസ് കാത്തുനിന്ന ഹർസിമ്രത്ത് രണ്ടവയാണ് മരിച്ചത്. ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ വെടിവെപ്പിനിടെയാണ് ഹർസിമ്രത്തിന് വെടിയേറ്റത്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മനീഷ് ഐഷ മാത്യു ചേരുന്നുണ്ട്. മനീഷ്, എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ വിദ്യാർത്ഥിനി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്? ഭാവക് എന്ന് പറയുന്ന കോളേജിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥിയായ പഞ്ചാബ് സ്വദേശിയായ ഇന്ത്യൻ വിദ്യാർത്ഥിനിയാണ് വ്യാഴാഴ്ച വൈകുന്നേരം 7:30 തന്നെ വെടിയേറ്റ് മരിക്കുന്നത്. ഇതിനെപ്പറ്റി ഹാമിൽട്ടൺ പോലീസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇരു വിഭാഗങ്ങൾ തമ്മിൽ വെടിവെപ്പ് നടക്കുന്ന സമയത്താണ് ഈ വിദ്യാർത്ഥിനി ഈ ബസ് കാത്തു നിന്നിരുന്നത്. അങ്ങനെ ബസ് കാത്തു നിൽക്കവേ ഈ ഇരു വിഭാഗങ്ങൾ തമ്മിലുണ്ടായ വെടിവെപ്പിൽ ഒരു വെടിയുണ്ട ഇവരുടെ ദേഹത്തേക്ക് തറയ്ക്കുകയായിരുന്നു. വെടിയേറ്റത് നെഞ്ചിൽ തന്നെയാണ്. പിന്നീട് ഹാമിൽട്ടൺ പോലീസ് അവിടെ എത്തുമ്പോൾ വെടിയേറ്റ നിലയിൽ ഈ ബസ് സ്റ്റോപ്പിൽ ഈ വിദ്യാർത്ഥിനിയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. രണ്ടാമ ഈ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് ഈ ഇരു വിഭാഗങ്ങൾ തമ്മിൽ വെടിവെപ്പ് ഉണ്ടാകുന്നത്. ഈ ഇരു വിഭാഗങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നതേ ഉള്ളൂ. ഇതാരാണ്, എന്തായിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതേ ഉള്ളൂ. ഹാമിൽട്ടൺ പോലീസിന്റെ നിലവിലുള്ള നിഗമന പ്രകാരം ഈ ഒരു വെടിവെപ്പുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്ന ഒരാളായിരുന്നില്ല ഈ വിദ്യാർത്ഥിനി. അവർ അവരുടെ ജോലി സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടിയാണ് രാത്രി 7:00 തന്നെ ബസ് കാത്തു നിൽക്കുന്നത്. പക്ഷേ അപ്പോഴുണ്ടായ ഒരു വെടിവെപ്പിലാണ് നിലവിൽ ഇപ്പോൾ ഈ വിദ്യാർത്ഥിനി, പഞ്ചാബ് സ്വദേശിനിയായിട്ടുള്ള ഈ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടിരിക്കുന്നത്. റൈറ്റ്, മനീഷ് ഐഷ മാത്യു ആണ് വിവരങ്ങൾ നൽകിയത്. ദാരുണമായ സംഭവമാണ്. ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടെ പെട്ടതാണ് കുട്ടിക്ക് വെടിയേൽക്കാൻ കാരണം.